ഞാനിത് നീയൊന്നും പറയണ്ട. ദിസ് ഈസ് യുവർ ലാസ്റ്റ് അസൈൻമെന്റ്. ഇതിന് ശേഷം എവിടെ നിന്നോ വന്ന എങ്ങോട്ടോ മറഞ്ഞു പോകുന്ന ഒരു കാറ്റ് പോലെ നീയും ഇവിടെ നിന്ന് മാഞ്ഞു പോകും. എന്നാലും ഞാനിതുവരെ ഒരാളെ കൊല്ലാൻ... നിനക്ക് പറ്റണം. എനിക്ക് മറ്റൊരു വഴിയില്ല. ഇതെൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ശരി, പക്ഷേ ഇനിയൊരിക്കലും എന്നെ ഞാൻ... അതെനിക്കറിയാം. അത് ഞാൻ നോക്കിക്കൊള്ളാം. അമ്മേ, ആ, ഉഷ വരുന്നുണ്ടല്ലോ. എബിമോൻ എന്തിയേ ആവോ? ഞാൻ ചേച്ചീനെ ഒന്ന് കാണാൻ വരുമായിരുന്നു. ആ, പറ. എൻ്റെ ഭവന വായ്പയുടെ കാര്യം. നിന്റെ കെട്ടിയോൻ എന്തിയേ? ഇന്നലെ 4 കാലിലാണ് വന്നേ. ഭയങ്കര ഉറക്കമാണ്. ഞാൻ ഇന്നലെ ഒരു ഫോം കൊടുത്തു വിട്ടിട്ടുണ്ട്. അതെവിടെയാന്ന് ചോദിക്കേ. എടി, നീ ഇന്നലെ മഞ്ഞമഴ കണ്ടോ? പിന്നെ ആ വർഷം എന്തൊരു സാധനമല്ലേ. ആ സ്വർണം മൊത്തം എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. ചുമ്മാതല്ല, അവളുടെ ദുഷ്ടത കൊണ്ടാ. ഇന്ന് വരെ ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റിയിട്ടുണ്ട് അവൾക്ക്. അയ്യോ, എൻ്റെ PSC ക്ലാസ്. പിന്നെ എൻ്റെ കക്കൂസിന്റെ കാര്യം. എടി, കക്കൂസല്ല, ശോചനാലയം. അത് അങ്ങനെയെങ്കിൽ അങ്ങനെ. ആദ്യം വീട് പണിയട്ടെ, എന്നിട്ടല്ലേ കക്കൂസ്. ആ ജോസോ, ഡ്രൈവർ പണിയൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു ചേച്ചി. അത് ആൻറ്റോമൊരാളി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ നാളെ രാവിലെ വന്നേക്കാം. അതേ, എന്നാ ചേച്ചി? ആ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി പോയ അങ്ങേരുടെ ഭാര്യയെക്കുറിച്ച് വല്ല വിവരവും ഉണ്ടോ? ഒരു വിവരവും ഇല്ല ചേച്ചി. അയാൾ വേറെ കല്യാണാലോചന വല്ലതും? ചില ആലോചനയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നിനക്കൊരവസരമുണ്ട്. അതിനെ ചേച്ചി അങ്ങനെ പറഞ്ഞേ? അങ്ങേരുടെ ആദ്യത്തെ ഭാര്യ ഓടിപ്പോയത് ആരുടെ കൂടെയാ? ഡ്രൈവറിൻ്റെ കൂടെ. നീ ഇപ്പോൾ ആ വീട്ടിലെ ആരാ? ഡ്രൈവർ. ഈ തള്ളയുടെ ഒരു കാര്യം. ആ, മേരി ചേച്ചിയോ, കയറി വാ. വിളിച്ചത്? അത് ചേച്ചിക്കറിയാവല്ലോ, 1 വർഷമായി അവളെന്നെ ഇട്ടിട്ട് പോയിട്ട്. മടുത്തു ഒറ്റയ്ക്ക് ജീവിതം. അവള് തിരിച്ചു വരും മുതലാളി. അതല്ല, ഞാൻ ആലോചിക്കുക, നമ്മുടെ തയ്യൽക്കടയിലെ ഉഷയില്ലേ? അയ്യോ, അത് കൊച്ചു പെണ്ണല്ലേ? അതെ, പ്രായം കുറച്ച് കൂടുതലാ. എന്നാലും
ഉം. എന്തോ നോക്കി നിൽക്കുവാടോ? പോടോ. ഹായ്. ഓയ്. അവൻ എന്താ കയറി വന്നേ? അയാൾ വല്ല കിളി പറഞ്ഞത് നോക്കി വന്നതായിരിക്കും. എബി, നീ എന്താ ഇവിടെ? നിനക്കിന്ന് ക്ലാസ്സില്ലേ? ആ, നീ ഏതാ മുറിയിൽ വെച്ചിട്ട് പൊക്കോ. അവനെന്താ ഇവിടെ? അവന് ഞാനൊരു ചെറിയ പണി കൊടുത്തു. ചേട്ടാ, ചേട്ടത്തി, പോവാ. എന്നാലും പഠിക്കുന്ന പിള്ളേരെയാണോ മുതലാളി ഓരോരോ പണിക്ക് വിടുന്നത്? എന്നാ പണിയാണേലും ഇനി ഓ, വിളിക്കണ്ട കേട്ടോ. പിന്നെ എബി, നിക്കവിടെ. ആ, എന്നതാ ചേട്ടത്തി? ഇന്നലെ എന്തായിരുന്നു അവിടെ? അത് കാശിന് കുറച്ച് ആവശ്യം വന്നപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറയല്ലേ. ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി ക്ലാസ്സിൽ പോകാതെ ഇതിലെ കറങ്ങി നടക്കുന്നത് കണ്ടാലുണ്ടല്ലോ. അയ്യോ ഇല്ല, എൻ്റെ വാട്സപ്പ് ഖാവിലെ ഭഗവതിയാണേ, ഫേസ്ബുക്ക് കുന്നിലെ അപ്പനാണേ. ഇനി ഒരിക്കലും ഞാൻ ഈ പരിപാടിക്ക് നിൽക്കത്തില്ല. ഇത് സത്യം സത്യം സത്യം. എന്നാ പൊക്കോ. എബി, എന്താ ഇത്? അയ്യോ ചേച്ചി, ഇത് കഞ്ചാവാ. ഇത് ചേച്ചിക്ക് എവിടെ നിന്നാ കിട്ടിയേ? ആ, അതൊക്കെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞോളാം. കൊച്ചു പിള്ളേരെ വെച്ച് ഈ പണി വേണ്ടായിരുന്നെന്ന് നിന്റെ മുതലാളിയോട് നീ ചെന്ന് പറഞ്ഞേക്ക്. എന്നിട്ട് ഈ ബാഗിലുള്ള സാധനം എവിടെ പോയെന്ന് പറയടാ. അത് മേരി ചേച്ചിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അവരത് പോലീസിൽ ഏൽപ്പിക്കുന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ചേച്ചിക്ക് വന്ന കത്താ, പഴയ അഡ്രസ്സിലാ വന്ന്. ആ ശരി ഉഷേ. അമ്മേ, ഞാനമ്മയുടെ ഉണ്ണിയാണ്. ഇനിയുള്ള കാലം മുഴുവൻ എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പം ഉണ്ടാക്കി അമ്മ എന്നെ കാത്തിരിക്കണം. ഒരു ചെറിയ ജോലി കൂടി എനിക്കിവിടെ തീർക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വരും. എൻ്റെ ഒരു ഫോട്ടോ കൂടി ഞാൻ ഈ കത്തിൻ്റെ കൂടെ വെക്കുന്നു. അമ്മേ, മോനെ, മോനെ. അയ്യോ അമ്മേ. അവര് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. ഞാനിത് നീയൊന്നും പറയണ്ട. ദിസ് ഈസ് യുവർ ലാസ്റ്റ് അസൈൻമെന്റ്. ഇതിന് ശേഷം എവിടെ നിന്നോ വന്ന എങ്ങോട്ടോ മറഞ്ഞു പോകുന്ന ഒരു കാറ്റ് പോലെ നീയും ഇവിടെ നിന്ന് മാഞ്ഞു പോകും. എന്നാലും ഞാനിതുവരെ ഒരാളെ കൊല്ലാൻ... നിനക്ക് പറ്റണം. എനിക്ക് മറ്റൊരു വഴിയില്ല. ഇതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ശരി, പക്ഷേ ഇനിയൊരിക്കലും എന്നെ ഞാൻ... അതെനിക്കറിയാം. അത് ഞാൻ നോക്കിക്കൊള്ളാം. അയ്യോ അമ്മേ, ഞാൻ അറിഞ്ഞില്ലല്ലോ അമ്മേ. ഞാൻ ചീത്തയാണമ്മേ. നീ എൻ്റെ പൊന്നു മോനെ, അവസാനം അമ്മയെ കാണാൻ ഇപ്പോഴെങ്കിലും നീ വന്നല്ലോ. അമ്മേ, എന്നാലും അവസാനം ഞാൻ എൻ്റെ അമ്മയെ തന്നെ
അമ്മ എന്നോട് ക്ഷമിക്കമ്മേ, അമ്മ എന്നോട് ക്ഷമിക്ക്.